ഹായ്, നമ്മൾ ഇന്ന് സി എ ഫൗണ്ടേഷൻ്റെ പേപ്പർ 4 ആയ ബിസിനസ് എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് അതിൻ്റെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എക്കണോമിക്സിനെ കുറിച്ച് ഒരു ഓവർവ്യൂ ആയിട്ട് പറയുവാണെങ്കിൽ ബാക്കി 3 സബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. നമുക്ക് ഇത് കാണാപ്പാഠം പഠിക്കേണ്ട, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, കാരണം ഓപ്ഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഓൾമോസ്റ്റ് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. സോ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഡെഫിനിഷൻ എക്കണോമിക്സ് എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ എക്കണോമിക്സിന് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സിന് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ നേച്ചർ, അതാണ് ഫസ്റ്റ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റിലാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രോബ്ലത്തിനെ കുറിച്ച് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, വാട്ട് ഈസ് ബിസിനസ് ഓൾ അബൌട്ട്? സോ ബിസിനസ് ഓൾ അബൌട്ട്, ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. ബിസിനസ് എന്ന് വെച്ചാൽ എന്താ? ബിസിനസ് എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ബിസിനസ് ഇസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി, നമ്മൾ യൂഷ്വലി +1 +2 പഠിച്ചതാണ്, എക്കണോമിക് ആക്ടിവിറ്റിയാണ്. പിന്നെ ബിസിനസ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു യൂഷ്വലി ബിസിനസ് എന്ന് വെച്ചാൽ ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ബിസിനസ്, അല്ലെങ്കിൽ എക്കണോമിക്സിൽ അതാണ് ഒരു മെയിനായിട്ട് പറയുന്നത്. കൺവേർഷൻ ഓഫ് ഇൻപുട്സ് ഇൻറ്റു ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമിങ് എ സെറ്റ് ഓഫ് ഇൻപുട്സ് ഇൻറ്റു ഔട്ട്പുട്ട്സ്. സോ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻപുട്സിൽ മെയിനായിട്ട് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്, അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. മെയിനായിട്ട് 4 ഹെഡിലേക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഔട്ട്പുട്ടിനെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഔട്ട്പുട്ടിനെ ആണെങ്കിൽ നമുക്ക് കൺസ്യൂമർ ഗുഡ്സ്, പ്രൊഡ്യൂസർ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, പ്രൈവറ്റ് ഗുഡ്സ്, പബ്ലിക് ഗുഡ്സ്, മെറിറ്റ് ഗുഡ്സ്. സോ ഇതൊക്കെയാണെങ്കിൽ ഔട്ട്പുട്ട് ഗുഡ്സ് നമുക്ക് ഇൻപുട്ടായിട്ട് 4 ലാൻഡ്, ലേബർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ ഔട്ട്പുട്ടായിട്ട് ഇങ്ങനെ കൺസ്യൂമർ ഗുഡ്സ്, പ്രൊഡ്യൂസർ ഗുഡ്സിന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇത് മെറിറ്റ് ഗുഡ്സ് ആണെങ്കിൽ നോൺ മെറിറ്റ് ഗുഡ്സ് ആയിട്ട് ഈ സിഗരറ്റ്സ് അതൊക്കെ ആണെങ്കിൽ നോൺ മെറിറ്റ് ഗുഡ്സ്, അല്ലെങ്കിൽ നമുക്ക് ഹാംഫുൾ ആയിട്ട് വരുന്ന കാര്യങ്ങളല്ലേ, അതുകൊണ്ട് അത് നോൺ മെറിറ്റ് ഗുഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ പറയുവാണെങ്കിൽ, നമ്മൾ ബിസിനസ് ശരിക്കും എന്തിനാണ് ചെയ്യുന്നത്? ബിസിനസ് ചെയ്യാനുള്ള മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ തന്നെ നമുക്കൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു സർപ്ലസ് കിട്ടണം. അതുകൊണ്ട് മാത്രമാണ് യൂഷ്വലി എല്ലാം ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, NPOs, സോ അവർക്കാണെങ്കിൽ പ്രോഫിറ്റ് എയിം ചെയ്ത് കൊണ്ടല്ല അവർ ചെയ്യുന്നത്. അവർ മെയിൻലി സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഓർഗനൈസേഷനാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. സോ അടുത്ത്, വാട്ട് ഈസ് എക്കണോമിക്സ്? എക്കണോമിക്സ്, മെയിനായിട്ട് എക്കണോമിക്സ് എന്ന് വെച്ചാൽ അത് വേർഡ് എങ്ങനെ ഒറിജിൻ ചെയ്തതെന്ന് വെച്ചാൽ അതൊരു ഗ്രീക്ക് വേർഡാണ്. ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ വേർഡ് മീനിങ് ഒയ്ക്കോനോമിയ, അതിൻ്റെ മീൻസ് ഹൗസ് ഹോൾഡ്. സോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഗ്രീക്ക് വേർഡാണ്, അത് ഒയ്ക്കോനോമിയ, ഹൗസ് ഹോൾഡ്. സോ ഇത് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ എക്കണോമിക്സ് 19th സെഞ്ച്വറിയിൽ പൊളിറ്റിക്കൽ എക്കണോമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സോ ഇത് മെയിൻലി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പൊളിറ്റിക്കൽ എക്കണോമിയാണ് 19th സെഞ്ച്വറിയിൽ എക്കണോമിക്സ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ 1776 ആൻ എൻക്വയറി ഇൻറ്റു നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. സോ ബുക്ക് ആഡം സ്മിത്ത് എഴുതിയ ബുക്കാണ്. സോ ഒരു മോഡേൺ എക്കണോമിക്സ് എന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ എൻക്വയറി ഇൻറ്റു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ, 1776. ഇയർ, അതേപോലെ ഓഥറിൻ്റെ നെയിം, ആ ബുക്കിൻ്റെ നെയിം, ഇത് ഓർത്ത് വെച്ചോ. പിന്നെ വെൽത്ത് ഡെഫിനിഷൻ ഇവിടെ കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന രീതിയിൽ പറയുവാണെങ്കിൽ വെൽത്ത് ഡെഫിനിഷൻ എന്ന് ചോദിച്ചാലും ആഡം സ്മിത്തിൻ്റെ ഒരു കാര്യം ഓർത്ത് വെച്ചോ. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് വരുവാണെങ്കിൽ, ഈ ബോക്സ് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ്, ഒരു ഐഡിയക്ക് വേണ്ടി അത് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ എക്കണോമിക്സ് എന്ന് വെച്ചാൽ മെയിൻലി പറയുന്ന ഒരു ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ദ process by which the relatively scarce resources are allocated to satisfy the competing unlimited wants of human beings in a society. സോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ എന്താ? എക്കണോമിക്സ് എന്ന് നമ്മൾ യൂഷ്വലി കേൾക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലേ എക്കണോമിക്സ്. സോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ അത് എന്തിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്. അതായത് എക്കണോമിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിയിൽ നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ വാണ്ട്സ് ഉണ്ടായിരിക്കും. പക്ഷേ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ നീഡ്സ്, അല്ലെങ്കിൽ അതിൻ്റെ റിസോഴ്സസ് നമുക്ക് ഇല്ലായിരിക്കും. നമുക്ക് ഒരു കയ്യിൽ ഫോർ എക്സാമ്പിൾ 1000 rupees ഉണ്ട്, പക്ഷേ നമുക്കത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെയല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് നമ്മുടെ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, പക്ഷേ അതിൻ്റെ ചെയ്യാനുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്.
അതിനെക്കുറിച്ചുള്ള അത് എങ്ങനെ ആ റിസോഴ്സസ് എങ്ങനെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് എക്കണോമിക്സ്, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിലാണെങ്കിൽ എക്കണോമിക്സിൻ്റെ ഒരു ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. എക്കണോമിക്സ് ഒരു ടൈം എത്തിയപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എക്കണോമിക്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തത് വഴി ഒരു നന്നായിട്ടൊരു ഗ്രോത്ത് എക്കോണമിയിൽ ഉണ്ടായി. സോ അത് ക്വാണ്ടിറ്റി ബേസിസിൽ മാത്രമല്ല ക്വാളിറ്റി ബേസിസിലും എക്കണോമിക്സ് നന്നായിട്ട് ഇമ്പ്രൂവ് ആയി. അതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഇവിടെ പറയുന്നത്. പക്ഷേ ആ ഇമ്പ്രൂവ് ആകുന്ന ടൈമിൽ തന്നെ 2007 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, അതേപോലെ നമുക്കറിയാവുന്ന COVID-19 പാൻഡമിക്, കൊറോണ പാൻഡമിക് 2019 ഉണ്ടായത് കൊണ്ട് എക്കോണമിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. അത് ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ആകാനുള്ള ഒരു റീസൺ ആയിരുന്നു അത്. സോ എക്കണോമിയിൽ എപ്പോഴും നമുക്ക് എപ്പോഴും എക്കണോമിയിൽ ഭയങ്കരമായിട്ട് നന്നായിട്ട് പോകണമെന്ന് മാത്രമല്ല, മിക്കവാറും അത് ചില ടൈമിൽ അത് ഡിക്ലൈൻ ആകാനും ചാൻസ് ഉണ്ട്. സോ അത് മേ ബി ഫ്ലക്ച്വേറ്റിംഗ് ആണ്. സോ അത് കഴിഞ്ഞിട്ട് എക്കണോമിക് പ്രോസ്പെറിറ്റി ചില കൺട്രിയിൽ എപ്പോഴും എക്കണോമിക് പ്രോസ്പെറിറ്റി എല്ലായിടത്തും ഉണ്ടാകുന്നില്ല. എന്ന് ആദ്യം പറഞ്ഞ പോലെ തന്നെ എക്കണോമിക് പ്രോസ്പെറിറ്റിയും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ചില കൺട്രിയിലുണ്ടെങ്കിൽ തന്നെ മെജോറിറ്റി കൺട്രിയിൽ ജനറൽ പോവർട്ടി അല്ലെങ്കിൽ ചില കൺട്രീസിൽ ജനറൽ പോവർട്ടി അല്ലെങ്കിൽ പുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ ജസ്റ്റ് ഒരു എക്കണോമിക്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. പിന്നെ സ്റ്റഡി ഓഫ് എക്കണോമിക്സ് നമ്മൾ ഈ എക്കണോമിക്സ് പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ പ്രോബ്ലം ഒക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ എക്കണോമിക്സ് പഠിക്കുന്നത് കൊണ്ട് ശരിക്കും ഈ പ്രോബ്ലം ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ? ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഓവർകം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പ്രോബ്ലം നമ്മൾ റൈറ്റ് പേഴ്സ്പെക്റ്റീവിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത്. എക്കണോമിക് കനോട്ട് എൻഷുർ ഓൾ ദ പ്രോബ്ലംസ് വിൽ ബി അപ്രോപ്രിയേറ്റ്ലി ടാക്കിൾഡ്, but without doubt it would enable a student to examine a problem in its right perspective and would help him in discovering suitable measures to deal with the same. സോ നമുക്കൊരു റൈറ്റ് പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എക്കണോമിക്സിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നമ്മൾ ചെയ്യുന്നത്. സോ ഇതൊരു എക്കണോമിക്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഡയഗ്രാമാണ് തന്നിരിക്കുന്നത്. എക്കണോമിക്സ്, അതിൻ്റെ എക്കണോമിക് പ്രോബ്ലത്തിൽ മെയിനായിട്ട് എൻസ് അതേപോലെ മീൻസ്, ഇത് രണ്ടുമാണ് പറഞ്ഞേക്കുന്നത്. എൻസ് എന്ന് വെച്ചാൽ നമ്മുടെ വാൺസ് ആണ്. മീൻസ് എന്ന് വെച്ചാൽ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അതിൻ്റെ റിസോഴ്സസ് ആണ് മീൻസ്. സോ എൻസ്, നമ്മുടെ വാൺസ് എങ്ങനെയായിരിക്കും? വാൺസ് യൂഷ്വലി അൺലിമിറ്റഡ് ഇൻ നമ്പേഴ്സ് ആയിരിക്കും. അൺലിമിറ്റഡ് നമ്പേഴ്സ് ആയിരിക്കും. അതേപോലെ മീൻസ്, അതായത് റിസോഴ്സസ് നമ്മുടെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ആയിരിക്കും അതുണ്ടായിരിക്കുക. പക്ഷേ ആ റിസോഴ്സസ് എങ്ങനെയായിരിക്കും? റിസോഴ്സസിന് ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് യൂസസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വെള്ളം എടുക്കുകയെന്ന് വെച്ചോ. വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്ന പർപ്പസ് ഭയങ്കര ഡിഫറെൻറ്റ് പർപ്പസ് അല്ലേ? അതായത് ഫോർ കുക്കിംഗ് യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി നമുക്ക് വാട്ടർ തന്നെ യൂസ് ചെയ്യാമല്ലോ. അതാണ് അതിൽ മെയിനായിട്ട് പറയുന്നത്. സോ അതിൻ്റെ പ്രോബ്ലം അറൈസ് ചെയ്യുന്നത് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. നമുക്ക് റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് വാണ്ട്സ് കുറേ ഉണ്ട്, പക്ഷേ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് കുറവാണ്. സോ ഇതാണ് ഈ ഡയഗ്രത്തിൽ പറയുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ബിസിനസ് എക്കണോമിക്സ്. സോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഫസ്റ്റ് ബേസിക് ആയിട്ട് എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബിസിനസ് എക്കണോമിക്സിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. സോ ഇവിടെ ഒരു ചെറിയ പോയിന്റ് ആയിട്ട് ഇവർ മെൻഷൻ ചെയ്തേക്കുന്നത്, ദ സർവൈവൽ ആൻഡ് സക്സസ് ഓഫ് എനി ബിസിനസ് ഡിപ്പെൻഡ് ഓൺ സൗണ്ട് ഡിസിഷൻ. സോ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ സക്സസ്സിന് മെയിനായിട്ടൊരു അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സൗണ്ട് ഡിസിഷൻ. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരു ഡിസിഷൻ എടുത്താൽ മാത്രമാണ് നമ്മൾ ഒരു എയിം അല്ലെങ്കിൽ നമ്മൾ ഒരു അറ്റൈൻ ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമുക്കത് എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. സോ ഇത് ബേസിക് ആയിട്ടൊരു നോളജിന് വേണ്ടിയാണ്. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഒരു പ്രോപ്പറായിട്ട് ഡിസിഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ അത് താഴെയുള്ളത് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, അത് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ബിസിനസ് എക്കണോമിക്സ്. സോ ഇവിടെ നോക്കുക, ബിസിനസ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ അതിനെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് അറിയപ്പെടും. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. അതേപോലെ ബിസിനസ് എക്കണോമിക്സ് അപ്ലൈസ് ദ ടൂൾസ് ഇൻ ദ പ്രോസസ് ഓഫ് ബിസിനസ് ഡിസിഷൻ. ബിസിനസ് എക്കണോമിക്സ് അതിൻ്റെ ടൂൾസ് ബിസിനസ് ഡിസിഷനിൽ ബിസിനസ് എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നു.
അത് റാഷണൽ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത് ബിസിനസ് എക്കണോമിക്സ്, മാനേജറൽ എക്കണോമിക്സ്, റെഫേർഡ് ആസ് മാനേജറിയൽ എക്കണോമിക്സ്, അത് നോട്ട് ചെയ്താൽ മതി. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ ഡെഫിനിഷൻ ഓഫ് ബിസിനസ് എക്കണോമിക്സ്. സോ ഡെഫിനിഷൻ ഓഫ് ബിസിനസ് എക്കണോമിക്സിൽ നോക്കുവാണെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് പ്രപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് ജോയൽ ഡീൻ ആണ്. ആ നെയിം നോട്ട് ചെയ്ത് വെച്ചോ, ജോയൽ ഡീൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. Define business economics in terms of the use of economic analysis in the formulation of business policies. So economics in terms of use of economic analysis in the formulation of business policies. So business policy, ഇത് എക്കണോമിക്സിനെ നമ്മൾ ബിസിനസ് പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിനെ ആണ് ബിസിനസ് എക്കണോമിക്സ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ബിസിനസ് എക്കണോമിക്സ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബിസിനസ് എക്കണോമിക്സ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നറിയപ്പെടും. അത് കമ്പോണന്റ് ഓഫ് അപ്ലൈഡ് എക്കണോമിക്സ്, ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് എക്കണോമിക്സ് ഈസ് എസെൻഷ്യലി എ കമ്പോണന്റ് ഓഫ് അപ്ലൈഡ് എക്കണോമിക്സ്. സോ അത് നോട്ട് ചെയ്ത് വെച്ചോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേച്ചർ ഓഫ് എക്കണോമിക്സിനെ കുറിച്ച് നോക്കുക. സോ എക്കണോമിക്സിനെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എക്കണോമിക്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സിന് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്. സോ മൈക്രോ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് യൂഷ്വലി അറിയാം മൈക്രോ എന്ന് വെച്ചാൽ സ്മോൾ, അതായത് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് ഓർഗനൈസേഷൻ. ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത് ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് ഓർത്താൽ മതി. ഇൻഡിവിജ്വൽ യൂണിറ്റ് മേക്ക് ഡിസിഷൻ ആസ് ടു ഹൗ ടു എഫിഷ്യൻ്റ്ലി അലോക്കേറ്റ് ദെയർ സ്കേഴ്സ് റിസോഴ്സസ്. സ്മോൾ നമ്പർ. മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ എക്കണോമിയിലുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്നെടുക്കുമ്പോൾ ഇന്ത്യയിലുള്ള സ്മോൾ യൂണിറ്റ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഫീൽഡ് എടുക്കുമ്പോൾ ABC ലിമിറ്റഡ് എന്ന പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഒക്കെ എടുക്കുവാണെങ്കിൽ അത് മൈക്രോ. അല്ലെങ്കിൽ മാക്രോ എന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഹോൾ ഇൻഡസ്ട്രീനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് മാക്രോ എന്ന രീതിയിൽ സിമ്പിളായിട്ട് നോക്കാം. അതിൻ്റെ താഴെ തന്നിരിക്കുന്ന മൈക്രോ എക്കണോമിക്സ് ഡീൽ വിത്ത്. മൈക്രോ എക്കണോമിക്സിൽ പ്രൊഡക്റ്റ് പ്രൈസിങ്, കൺസ്യൂമർ ബിഹേവിയർ, ഫാക്ടർ പ്രൈസിങ്, എക്കണോമിക് കണ്ടീഷൻ ഓഫ് സെക്ഷൻ ഓഫ് പീപ്പിൾ, ഇവിടെ സെക്ഷൻ ഓഫ് പീപ്പിൾ, ബിഹേവിയർ ഓഫ് ഫേംസ്, ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. സോ ഇതൊക്കെ പർട്ടിക്കുലർ ഒരു ഇൻഡിവിജ്വൽ ഫാക്ടറിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സോ ഈ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പോയിന്റ്സും നോട്ട് ചെയ്തോ. മാക്രോ എക്കണോമിക്സ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓവറോൾ അല്ലെങ്കിൽ ഹോൾ, ഈ ടേംസ് വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതാണ്. മാക്രോ എക്കണോമിക്സ് ടോട്ടൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോൾ പോപ്പുലേഷൻ എന്നൊക്കെ പറയുവാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള പോയിന്റ്സ് നാഷണൽ ഇൻകം. സോ ഇതിൻ്റെയും ആ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ഇൻകം, സോ ഇത് ഹോൾ ഇന്ത്യയിൽ ഇപ്പോൾ മൊത്തത്തിലുള്ള ഇൻകം എന്നല്ലേ പറയുന്നത്, നാഷണൽ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ട്. അതേപോലെ ജനറൽ പ്രൈസ് ലെവൽ, ഇൻട്രസ്റ്റ് റേറ്റ്. സോ ഇതൊക്കെ ഹോളാണ്, മൊത്തത്തിലാണ് പറയുന്നത്. സോ ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, വാല്യൂ ഓഫ് കറൻസി, ഓവറോൾ ലെവൽ ഓഫ് സേവിങ്, ഇവിടെ തന്നെ ഓവറോൾ എന്ന് പറയുന്നുണ്ട്. സോ ഓവറോൾ ലെവൽ ഓഫ് സേവിങ്സ്, സോ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്, റേറ്റ് ഓഫ് ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത്. സോ ഇതൊക്കെ ഹോൾ എന്ന രീതിയിലാണ് മാക്രോ എക്കണോമിക്സിൻ്റെ കീഴിലാണ് ഈ ഹെഡൊക്കെ വരുന്നത്. പിന്നെ ബിസിനസ് എക്കണോമിക്സ്. സോ ബിസിനസ് എക്കണോമിക്സ് ഇസ് ബേസിക്കലി കൺസേൺഡ് വിത്ത് മൈക്രോ എക്കണോമിക്സ്. സോ ഇത് നോട്ട് ചെയ്ത ബിസിനസ് എക്കണോമിക്സ് ബേസിക്കലി കൺസേൺഡ് വിത്ത് മൈക്രോ എക്കണോമിക്സ്. പക്ഷേ ബിസിനസ് എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് മാത്രമുള്ളൂ എന്ന് വെച്ചാൽ അല്ല, മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സും ബിസിനസ് എക്കണോമിക്സിനെ അഫക്റ്റ് ചെയ്യും. സോ അത് നമ്മൾ അടുത്ത താഴെ നോക്കാം. നേച്ചറിൽ മാക്രോ എക്കണോമിക് അനലൈസസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എക്കണോമിക് കണ്ടീഷൻ. സോ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എക്കണോമിക് കണ്ടീഷനെ മാക്രോ എക്കണോമിക്സ് ആണ് അനലൈസ് ചെയ്യുന്നത്. in an economy which will immensely influence the individual firm's performance as well as decisions. So ഇങ്ങനെയാണ് മൈക്രോ എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സിൽ മെയിൻ ആയിട്ട് പറയുവാണെങ്കിലും മാക്രോ എക്കണോമിക്സ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ നേച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ്. സോ ഈ ബിസിനസ് എക്കണോമിക്സ് നോക്കുമ്പോൾ അല്ലെങ്കിൽ എക്കണോമിക്സ് തിയറി മെയിൻലി ഹൈപ്പോത്തറ്റിക്കൽ ആൻഡ് സിംപ്ലിസ്റ്റിക്. സോ ഇതൊക്കെ എക്കണോമിക് തിയറി മെയിനായിട്ട് ഒരു അസംഷൻ്റെ ബേസിസ് ആണ് നോക്കുന്നത്. നമ്മൾ നോക്കാം ഇതിൽ ഈ ഡിമാൻഡ്, നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നോക്കാതെ ഈ ഡിമാൻഡ് തിയറി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് സപ്ലൈ എന്ന അതിൻ്റെയൊക്കെ തിയറീസ് മെയിൻലി ഒരു അസംഷനാണ്. എക്കണോമിക് തിയറി മെയിൻലി ഒരു അസംഷൻ അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ എന്നാണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ നേച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ബിസിനസ് എക്കണോമിക്സ് ഇസ് എ സയൻസ്. സോ സയൻസ് എന്ന് വെച്ചാൽ എന്താ ശരിക്കും പറഞ്ഞാൽ? സയൻസ് എന്ന് വെച്ചാൽ സയൻസ് ഇസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് വിച്ച് എസ്റ്റാബ്ലിഷ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്.
സോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ സയൻസിനോട് കമ്പയർ ചെയ്തിട്ടുണ്ട്. സയൻസ് എന്ന് വെച്ചാൽ ഒരു ബോഡി ഓഫ് നോളജ് ആണ്, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്, വിച്ച് എക്സ്റ്റാബ്ലിഷ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. സോ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ സയൻസിൽ നമ്മൾ ഒരു ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ് വഴിയല്ലേ നമ്മൾ സയൻസിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ എക്കണോമിക്സിലാണെങ്കിലും പോപ്പുലേഷനിലുള്ള എന്തെങ്കിലും അനാലിസിസ് ചെയ്യുവാണെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് പീപ്പിളിനെ കൺസിഡർ ചെയ്തിട്ട് അവിടെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമെന്ന രീതിയിലാണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമെട്രിക്സ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ എക്കണോമിക്സ് ഇസ് എ സയൻസ്, ജസ്റ്റ് ഒരു നേച്ചറാണ്, ഇത് ഓർത്ത് വെച്ചാൽ മതി. ബിസിനസ് എക്കണോമിക്സിൻ്റെ നേച്ചറാണ്. സോ സെക്കൻഡ് ബേസ്ഡ് ഓൺ മൈക്രോ എക്കണോമിക്സ്. സോ ബിസിനസ് എക്കണോമിക്സ് ആദ്യം പറഞ്ഞ പോലെ ലാർജ്ലി ഡിപ്പെൻഡ് ഓൺ മൈക്രോ എക്കണോമിക്സ് ആണ്. സോ ലാർജ്ലി ഡിപ്പെൻഡ് ഓൺ മൈക്രോ എക്കണോമിക്സ് ആണ് ബിസിനസ് എക്കണോമിക്സ്. ലാർജ്ലി ഡിപ്പെൻഡ് ഓൺ മൈക്രോ എക്കണോമിക്സ് ആണ്. കംപ്ലീറ്റ്ലി മൈക്രോ എക്കണോമിക്സിനല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അവിടെ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സും ഉണ്ട്. സോ താഴത്തെ പോയിന്റ് പറയുന്നുണ്ട് ഇൻകോർപ്പറേറ്റ് എലമെന്റ്സ് ഓഫ് മാക്രോ എക്കണോമിക്സ്. സോ മാക്രോ എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നതൊക്കെ മാക്രോ എക്കണോമിക്സ് ആണ്. സോ മാക്രോ എക്കണോമിക്സും അവിടെ അതിൻ്റെ റോളുണ്ട്. മാക്രോ എക്കണോമിക്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനലൈസ് ചെയ്യുന്നുണ്ട്. സോ ബിസിനസ് എക്കണോമിക്സിൽ മൈക്രോ അതേപോലെ തന്നെ മാക്രോ ഉണ്ട്. പക്ഷേ മൈക്രോ എക്കണോമിക്സിനെയാണ് ബിസിനസ് എക്കണോമിക്സ് ലാർജ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ അത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെയാണെങ്കിൽ താഴെ വരുവാണെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് ഈസ് ഓൾസോ ആൻ ആർട്ട്. സോ ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ബിസിനസ് എക്കണോമിക്സ് ജസ്റ്റ് ഒരു ആർട്ടായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. യൂസ് ഓഫ് തിയറി ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. സോ ബിസിനസ് എക്കണോമിക്സ് ലാർജ്ലി യൂസ് ദ തിയറി ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. സോ ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് ലാർജ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മൈക്രോ എക്കണോമിക്സിനെയാണ്. അത് കൂടുതലായിട്ട് അല്ലെങ്കിൽ ലാർജ്ലി യൂസ് ദ തിയറി ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. മാർക്കറ്റിൻ്റെയും പ്രൈവറ്റ് എന്റർപ്രൈസസിൻ്റെയും തിയറിയാണ് ബിസിനസ് എക്കണോമിക്സ് ലാർജ്ലി യൂസ് ചെയ്യുന്നത്. സോ ഇത് ജസ്റ്റ് ഒരു നോളജിന് ഓർത്ത് വെക്കാവുന്ന കാര്യമാണ്. ഇത് കാണാപ്പാടെ നോക്കണ്ട, ജസ്റ്റ് ഇതിൻ്റെ ഐഡിയ ഉണ്ടായാൽ നമുക്ക് മതി. പ്രാഗ്മാറ്റിക് ഇൻ അപ്രോച്ച്. സോ ഈ പോയിന്റ് ഓർത്ത് വെച്ചോ, പ്രാഗ്മാറ്റിക് ഇൻ അപ്രോച്ച്. പ്രാഗ്മാറ്റിക് എന്ന് വെച്ചാൽ എന്താ? മൈക്രോ എക്കണോമിക്സ് ഈസ് അബ്സ്ട്രാക്ട് ആൻഡ് പ്യൂർലി തിയറിറ്റിക്കൽ ആൻഡ് അനലൈസ് എക്കണോമിക് ഫിനോമിന അണ്ടർ അൺറിയലിസ്റ്റിക് അസംഷൻ and it tackles problem which the firm face in real world. So pragmatic approach എന്ന് വെച്ചാൽ മൈക്രോ എക്കണോമിക്സ് യൂഷ്വലി ഒരു തിയറിറ്റിക്കൽ ആണ്, അനാലിസിസ് ആണ്, തിയറിറ്റിക്കൽ ആണ് ചെയ്യുന്നത്. അത് അൺറിയലിസ്റ്റിക്, അതായത് നോൺ റിയൽ ആയിട്ടുള്ള അസംഷൻ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. സോ പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് വെച്ചാൽ അത് ടാക്കിൾസ്, ഈ വേർഡ് ആലോചിച്ച് വെച്ചോ, ടാക്കിൾ പ്രോബ്ലം, നമ്മൾ റിയൽ വേൾഡിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ ടാക്കിൾ ചെയ്യുന്നു എന്നതാണ് പ്രാഗ്മാറ്റിക് എന്ന വേർഡിന്റെ മീനിങ്. ടാക്കിൾസ് പ്രോബ്ലം വിച്ച് ഫേസ് ഇൻ റിയൽ വേൾഡ്. അതാണ് മൈക്രോ എക്കണോമിക്സിന് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സിന്റെ ഒരു നേച്ചറായിട്ട് പറയുന്നത്. ഇന്റർ ഡിസിപ്ലിനറി ഇൻ നേച്ചർ. ഇന്റർ ഡിസിപ്ലിനറി എന്ന് വെച്ചാൽ ഇന്റർ ഡിപ്പെൻഡന്റ്, അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് ഇസ് ഇന്റർ ഡിസിപ്ലിനറി ഇൻ നേച്ചർ. ഇൻകോർപ്പറേറ്റ് ഡിസിപ്ലിൻ ഫ്രം മാത്തമാറ്റിക്സ്, ഓപ്പറേഷൻ റിസർച്ച്, മാനേജ്മെന്റ് തിയറി, അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമെട്രിക്സ്. സോ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ് മാത്തമാറ്റിക്സ്. എക്കണോമിക്സ് എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ്, അതേപോലെ അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്ന ഫീൽഡിലും അത് ഇൻകോർപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡൻറ്റ് ചെയ്താണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നത് എന്ന രീതിയിൽ. നോർമേറ്റീവ് ഇൻ നേച്ചർ. സോ നോർമേറ്റീവ് ഇത് ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, എക്കണോമിക് സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ പോസിറ്റീവ്, നോർമേറ്റീവ്, അങ്ങനെ രണ്ട് ഇതുണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുക, അല്ലെങ്കിൽ പ്യുവർ സയൻസ് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുക. പക്ഷേ നോർമേറ്റീവ് എന്ന് വെച്ചാൽ ഔട്ട് ടു ബി, ദ വേർഡ് ഔട്ട് ടു ബി, ഈ ഔട്ട് ടു ബി എന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ട് ഔട്ട് ടു ബി, അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഒരു ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ അതാണ് അവിടെ നോർമേറ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം, അതിൽ ആ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നോക്കാം. സോ ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഔട്ട് ടു ബി എന്ന അല്ലെങ്കിൽ ഷുഡ് ബി എന്ന രീതിയിലേക്ക് വരുവാണെങ്കിൽ നോർമേറ്റീവ് നേച്ചർ ആണ്, അല്ലെങ്കിൽ പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്.
ബിസിനസ് എക്കണോമിക്സ് is generally normative or prescriptive in nature. So ഇത് ഓർത്ത് വെച്ചോ, ബിസിനസ് എക്കണോമിക്സ് generally normative. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കോപ്പ് ഓഫ് എക്കണോമിക്സിനെ കുറിച്ച് നോക്കാം. സ്കോപ്പ് ഓഫ് എക്കണോമിക്സിൽ മെയിൻ 2 പോയിന്റാണ് പറയുന്നത്: ഇന്റേണൽ ഇഷ്യൂ, എക്സ്റ്റേണൽ ഇഷ്യൂ. എക്കണോമിക്സിൽ ഇന്റേണൽ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഇഷ്യൂ ഉണ്ട്. സോ ഇന്റേണൽ ഇഷ്യൂ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഇഷ്യൂസ്, എക്സ്റ്റേണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഇന്റേണൽ ഇഷ്യൂസ് ഒരു ഫേമിന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ സോൾവ് യൂസിങ് മൈക്രോ എക്കണോമിക്സ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്റ്റേണൽ എക്കണോമിക്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇഷ്യൂസ് നമ്മൾ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അത് മാക്രോ എക്കണോമിക്സ് വെച്ച് മാത്രമാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. മൈക്രോ എക്കണോമിക്സ് അപ്ലൈഡ് ടു ഇന്റേണൽ ഓർ ഓപ്പറേഷണൽ issues that arise within the organization and fall within the purview and control of management. So ഒരു പ്രോബ്ലം ബിസിനസ്സിൻ്റെ ഉള്ളിൽ അറേസ് ചെയ്യുവാണെങ്കിൽ അത് മാനേജ്മെൻറ്റ് തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്ന രീതിയിലുള്ള പ്രോബ്ലമാണ് മൈക്രോ എക്കണോമിക്സിൽ അല്ലെങ്കിൽ ഇന്റേണൽ ഓപ്പറേഷണൽ ഇഷ്യൂ എന്ന് പറയുന്ന പ്രോബ്ലംസ്. അതിൽ സബ് ഹെഡ്സ് ആയിട്ട് തന്നിട്ടുണ്ട്: ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് അനാലിസിസ് pertains to the behavior of consumer in the market. ഡിമാൻഡ് അനാലിസിസ്, ഫോർകാസ്റ്റിംഗ് എങ്ങനെയാണ് അത് മൈക്രോ അല്ലെങ്കിൽ ഇന്റേണൽ ഇഷ്യൂ പറയുന്നതെന്ന് വെച്ചാൽ, ഡിമാൻഡ് അനാലിസിസ് എന്ന് വെച്ചാൽ എന്നാ, കൺസ്യൂമേഴ്സ് ഒരു മാർക്കറ്റിൽ അവർ ഏത് തരത്തിലുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ്, അതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു അനാലിസിസ് ആണ്. അത് കൺസ്യൂമർ പ്രിഫറൻസിനെ ബേസ് ചെയ്തായിരിക്കും. കൺസ്യൂമറിന് ആവശ്യമുള്ള പ്രോഡക്റ്റിനല്ല അവർ പർച്ചേസ് ചെയ്യുള്ളൂ. സോ അത് ഏത് പ്രോഡക്റ്റാണ് അവർ പർച്ചേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അനലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഡിമാൻഡിനെ പ്രെഡിക്റ്റ് ചെയ്യുക. predicting future demand of goods and service on the basis of past behavior. സോ ഫോർ എക്സാമ്പിൾ, നമുക്ക് റെയിനി സീസണിലാണെങ്കിൽ അംബ്രല്ല അല്ലെങ്കിൽ കുട നമുക്ക് ആവശ്യമല്ലേ, അല്ലെങ്കിൽ റെയിൻ കോട്ട്സ്, അങ്ങനത്തെ മഴയ്ക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആവശ്യമല്ലേ. സോ അത് പാസ്റ്റ് ബിഹേവിയർ വെച്ച് ഏത് ടൈമിലാണ് അവർ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്തത് എന്നൊരു ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ആണ്. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് ഫ്യൂച്ചർ ഡിമാൻഡ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പ്രൊഡക്ഷൻ എത്ര വേണം, എത്ര ഫുഡാണെങ്കിൽ നമുക്ക് ഏത് ടൈമിലാണ് ഏത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള ഫുഡ്, ക്ലോത്ത്സ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ ജസ്റ്റ് ഫോർ എക്സാമ്പിളിന് വേണ്ടി പറയുവാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ, അതാണ് പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഡിമാൻഡ്. അല്ലെങ്കിൽ ഏത് ഫ്യൂച്ചറിൽ ഇതുണ്ടാക്കിയാൽ നമുക്ക് എത്ര ഡിമാൻഡ് സെയിൽസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ, അത് പാസ്റ്റ് ബിഹേവിയർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. സോ അക്യുറേറ്റ് ഫോർകാസ്റ്റിംഗ്. സോ ജസ്റ്റ് പുതിയൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നത്. അക്യുറേറ്റ് ഫോർകാസ്റ്റിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ എ ഫേം ടു എനേബിൾ പ്രൊഡ്യൂസ് ദ റിക്വയർഡ് ക്വാണ്ടിറ്റീസ്. അക്യുവേർഡ് ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് 100 യൂണിറ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ആണ് നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നതാണ് അക്യുറേറ്റ് ഫോർകാസ്റ്റിംഗ്. ജസ്റ്റ് അതൊരു അനാലിസിസ് ആണ്. അറ്റ് ദ റൈറ്റ് ടൈം ടു അറേഞ്ച് ആസ് വെൽ ആസ് ഇൻ അഡ്വാൻസ്. സോ അതൊരു പ്രോപ്പർ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യും. ബിസിനസ് എക്കണോമിക്സ് provides the manager with a scientific tool which assists him in forecasting demand. So ബിസിനസ് എക്കണോമിക്സ് ഫസ്റ്റ് പറഞ്ഞ പോലെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്. സോ നമ്മൾ ഫസ്റ്റ് നോക്കിയത് ഡിമാൻഡ് അനാലിസിസ് ആണ്, ഫോർകാസ്റ്റിംഗ് ആണ്. സെക്കൻഡ് നമുക്ക് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്. ഡിമാൻഡ് അനാലിസിസിലാണെങ്കിൽ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് ഡിമാൻഡിൽ വന്നം, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഒരു പ്രിഫറൻസ് അനുസരിച്ച് ഏത് ഗുഡ്സ് ആണ് പ്രിഫർ ചെയ്യുന്നതൊക്കെ നോക്കുന്നതാണ് ഡിമാൻഡ് അനാലിസിസ്. പ്രൊഡക്ഷൻ അനാലിസിസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുവാണെങ്കിൽ, പ്രൊഡക്ഷൻ തിയറി എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ഔട്ട്പുട്ട്. സോ പ്രൊഡക്ഷൻ തിയറി ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കുറിച്ച് പറയുന്നത്. സോ അത് നോട്ട് ചെയ്ത് വെച്ചോ, പ്രൊഡക്ഷൻ തിയറി. ചോയ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി അറ്റ് ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് മിക്സ്. സോ ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് അതേപോലെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് 2 മെത്തേഡുണ്ട്. ലേബർ ഇൻറ്റൻസീവ് എന്ന് വെച്ചാൽ ഒരു കൺട്രി എ, കൺട്രി ബി, 2 കൺട്രി ഉണ്ട്, എ അതേപോലെ ബി, അങ്ങനെ 2 കൺട്രി ഉണ്ടെന്ന് ഫോർ എക്സാമ്പിൾ കൂട്ടുക. എ കൺട്രിയിൽ ലേബർ കൂടുതലാണ്, പക്ഷേ ബി എന്ന കൺട്രിയിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ മെഷീൻസ് ആണ് അവിടെ കൂടുതൽ. അങ്ങനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ
അവിടെ എ എന്ന കൺട്രിയിൽ പ്രൊഡക്ഷൻ നടത്തുവാണെങ്കിൽ അവിടെ ലേബേഴ്സ് അല്ലേ കൂടുതൽ യൂസ് ചെയ്യുള്ളൂ. കാരണം ലേബർ അവിടെ കൂടുതലാണ്. മെഷീൻസ് അവർക്ക് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഭയങ്കര കോസ്റ്റ് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് അവർ ലേബർ യൂസ് ചെയ്യും. പക്ഷേ ബി എന്ന കൺട്രിയിലോ ക്യാപിറ്റൽ അവിടെ കൂടുതൽ, ലേബർ ഇല്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർ ക്യാപിറ്റൽ യൂസ് ചെയ്യും. സോ അങ്ങനെ അവർക്ക് ലീസ്റ്റ് കോസ്റ്റ് മിക്സ് ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് മിക്സിനെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് എഫിഷ്യൻറ്റ് വേ ഓഫ് പ്രൊഡ്യൂസിങ് ഔട്ട്പുട്ട് ഗീവൻ ഇൻപുട്സ്. സോ അങ്ങനെയാണ് അത് എഫിഷ്യൻറ്റ് വേയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ ആ കോസ്റ്റ് അനാലിസിസ് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ആണ് ഇത്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? അതായത് ഒരു ഫാമിലാണെങ്കിൽ കുറേ ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കുമല്ലോ. സോ അത് കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ കുറഞ്ഞ ചിലവിൽ അതെങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ അത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആണ്. അതൊരു ഫാമിൻ്റെ ഇതൊരു ഇൻറ്റേർണൽ അല്ലേ, മൊത്തത്തിലല്ലല്ലോ പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഫാം എടുത്തിട്ട് ആ ഫാമിൻ്റെ ഇൻവെൻട്രി എങ്ങനെ മാനേജ് ചെയ്യും, അത് മൈക്രോ എക്കണോമിക്സ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസിംഗ് പോളിസീസ്. മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസിംഗ് പോളിസീസ് എന്ന് വെച്ചാൽ അനലൈസ് ദ സ്ട്രക്ചർ ഓഫ് ദ മാർക്കറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ എക്സ്റ്റെന്റ് ഓഫ് കോമ്പറ്റീഷൻ. മാർക്കറ്റ് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്തിട്ട് പുറത്തോ അല്ലെങ്കിൽ എനിക്ക് കോമ്പറ്റീഷൻ ഉണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് മാർക്കറ്റ് സ്ട്രക്ചർ. പ്രൈസിംഗ് പോളിസീസ് എന്ന് വെച്ചാൽ ഓരോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാർക്കറ്റ് കണ്ടീഷനിൽ പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈസ് ആർ ഡിറ്റർമൈൻഡ് അണ്ടർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ. അസിസ്റ്റ് ദ ഫേം ഇൻ ഫ്രെയിമിംഗ് സ്യൂട്ടബിൾ പ്രൈസ് പോളിസീസ്. സോ ഏത് ടൈമിൽ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിൽ ഏത് പ്രൈസ് ഫിക്സ് ചെയ്യാം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് പ്രൈസിംഗ് പോളിസീസിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രൈസ് തിയറി എക്സ്പ്ലെയിൻസ് ഹൗ പ്രൈസ് ആർ ഡിറ്റർമൈൻഡ് അണ്ടർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻസ്. സോ പ്രൈസ് തിയറി മെയിനായിട്ട് നമുക്ക് പറയുന്നത് അങ്ങനെയാണ്. ഏത് ടൈം അല്ലെങ്കിൽ പ്രൈസ് ആർ ഡിറ്റർമൈൻഡ് അണ്ടർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻസ്. പിന്നെ പ്രൈസ് പോളിസീസ് അവിടെ ഫ്രെയിം ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രൈസ് തിയറി. അത് തന്നെയാണ് പ്രൈസിങ് പോളിസീസ് എന്നൂടെ പറഞ്ഞിരിക്കുന്നത്. റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. നമുക്കൊരു റിസോഴ്സ് ഉണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അത് എഫിഷ്യൻറ്റ് വേയിൽ നമുക്കത് പ്രൊഡക്ഷന് വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം. അതാണ് മെയിനായിട്ട് പറയുന്നത് ഇവിടെ. തിയറി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഫോർ മാക്സിമൈസിങ് പ്രോഫിറ്റ്. ഒരു ഫേമിൽ ഏത് ബിസിനസ് ഫേം ആണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിരിക്കും? പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടിയായിരിക്കും. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലാതെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എല്ലാം തന്നെ അതിൻ്റെ പ്രോഫിറ്റ് കൂട്ടണം അല്ലെങ്കിൽ മാക്സിമൈസിങ് ഇറ്റ്സ് പ്രോഫിറ്റ്, അതായിരിക്കും അതിൻ്റെ എയിം. ആ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രോപ്പറായിട്ട് ഡിസിഷൻ വേണം. സോ നമ്മൾ ആദ്യം നോക്കിയ പോലെ തന്നെ സൗണ്ട് ഡിസിഷൻ വേണം. ആ സൗണ്ട് ഡിസിഷനോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമുക്ക് ആവശ്യമാണ്. പ്രോപ്പറായിട്ട് ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എത്ര റിട്ടേൺസ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്ര രീതിയിൽ കൂട്ടാൻ പറ്റും, അതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ മെയിനായിട്ട് പറയുന്നത്. പ്രോഫിറ്റ് അനാലിസിസ്. Profit theory guides the firm in measurement and management of profit under condition of uncertainty. It is useful in future profit planning. സോ പ്രോഫിറ്റ് അനാലിസിസ് എന്താ പറയുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് തിയറി എന്താ പറയുന്നത്, അത് ഫേമിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോഫിറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് കണ്ടീഷനിൽ എങ്ങനെ രീതിയിൽ മെഷർ ചെയ്യണം, മാനേജ് ചെയ്യണം, അത് ഫ്യൂച്ചർ പ്രോഫിറ്റ് പ്ലാനിങ്ങിന് വേണ്ടി പ്രോഫിറ്റ് അനാലിസിസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ ഈ വർഷം കിട്ടിയ പ്രോഫിറ്റ് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ പാസ്റ്റ് ബിഹേവിയർ വെച്ചോ ഫ്യൂച്ചർ പ്രോഫിറ്റിനെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പ്രോഫിറ്റ് അനാലിസിസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അനാലിസിസ്. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അനാലിസിസ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ എപ്പോഴും നമുക്ക് കുറേ റിസ്ക് ഉണ്ടാകും. അത് അതേപോലെ തന്നെ നമുക്കത് പ്രോപ്പറായിട്ട് റിസ്ക് അനലൈസ് ചെയ്തില്ലെങ്കിൽ ബിസിനസ് തന്നെ ഷട്ട് ഡൗൺ പോയിന്റിൽ എത്തിച്ചേരുമല്ലോ, അല്ലെങ്കിൽ ബിസിനസ് പൂട്ടിപ്പോകുന്ന സിറ്റുവേഷൻ വരുമല്ലോ. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് അനാലിസിസ് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഹെൽപ്പ് ദ ബിസിനസ് ഫാം ഇൻ അറൈവിങ് അറ്റ് എഫിഷ്യൻറ്റ് ഡിസിഷൻ ആൻഡ് ഫോർമുലേറ്റിംഗ് പ്ലാൻസ്. അതായത് നമ്മൾ പാസ്റ്റ് ഡേറ്റ, ഇപ്പോഴത്തെ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്നാ പ്രെഡിക്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് റിസ്കിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ റിസ്കിൽ നിന്ന് നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നൊക്കെ ഈ റിസ്ക് അനാലിസിസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇതാണ് മൈക്രോ എക്കണോമിക്സിൽ സബ് ഹെഡായിട്ട് പറയുന്നത്. നമ്മൾ നോക്കിയിരുന്നത് മൈക്രോ എക്കണോമിക്സ് അതിൻ്റെ ഇൻറ്റേർണൽ പ്രോബ്ലം ആണ് നോക്കിയത്.
ഇന്റേണൽ പ്രോബ്ലത്തിൽ മെയിനായിട്ട് മൈക്രോ എക്കണോമിക്സ് ആൻഡ് ഇന്റേണൽ ഓപ്പറേഷനിൽ പറയുന്നത് ഒരു ഫാമിൻ്റെ പെർവ്യൂ, അതായത് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ വരുന്നതാണ് മൈക്രോ എക്കണോമിക്സ് പ്രോബ്ലം അല്ലെങ്കിൽ ഇന്റേണൽ പ്രോബ്ലം. അത് ഇന്റേണൽ മാനേജ്മെന്റ് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ അതിൽ സബ് ഹെഡ് ആയിട്ടാണ് ഡിമാൻഡ് അനാലിസിസ് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഡിമാൻഡ്, ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, അതായത് ലേബർ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ചിലവിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതാണത്. ഇൻവെൻട്രി മാനേജ്മെന്റ്, ഒരു ഫാമിലെ ഇൻവെൻട്രി മെയിൻറ്റെയിൻ എങ്ങനെ മിനിമം കോസ്റ്റിൽ ചെയ്യാൻ പറ്റും. മാർക്കറ്റ് സ്ട്രക്ചർ, മാർക്കറ്റിലെ സ്ട്രക്ചർ, അത് മെയിൻലി മാർക്കറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യുക. പിന്നെ പ്രൈസ് പോളിസി, പ്രൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുക. റിസോഴ്സ് അലോക്കേഷൻ, അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. തിയറി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് മാക്സിമം, അതായത് ഏത് രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി എന്ന രീതിയിൽ. പ്രോഫിറ്റ് അനാലിസിസ്, ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് അണ്ടർ സർട്ടൻ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോഫിറ്റ് പ്ലാനിങ് വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും പ്രോഫിറ്റ് അനാലിസിസ്. റിസ്ക് അൺസർട്ടനിറ്റി അനാലിസിസ്, സോ പാസ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡേറ്റ ഫ്യൂച്ചർ നമുക്ക് പ്രഡിക്ഷനൊക്കെ വെച്ച് റിസ്ക് അവോയ്ഡ് ചെയ്യാനുള്ളത് ഹെൽപ്പ് ചെയ്യും. അതാണ് ഇത് പറയുന്നത്. മാക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ തന്നെ എക്സ്റ്റേണൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് പോയിന്റ്സ് ആയിട്ടാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത് മേജർ മാക്രോ എക്കണോമിക്സ് ഫാക്ടേഴ്സ്. ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഫേമിന് ഇന്റേണൽ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇന്റേണൽ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ ഒരു ഫേമിൽ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫേമിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ വരുന്ന അല്ലെങ്കിൽ ഡിഫ്ലേഷൻ വരുന്ന സമയത്ത് അത് ആ ഫേമിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ, അത് ഓവറോൾ കൺട്രീനെയല്ലേ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനാണ് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്. സോ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിനെ കുറിച്ച് നോക്കാം. മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു, സോ ഫസ്റ്റ് പോയിന്റ്, ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം. എക്കണോമിക് സിസ്റ്റത്തിന്റെ ടൈപ്പ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ് സ്റ്റേജ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ നമ്മൾ ഫിഫ്ത്ത് ചാപ്റ്റർ ഉണ്ട് പഠിക്കാൻ. ബിസിനസ് സൈക്കിളിന് ഒരു ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കാം. ജനറൽ ട്രെൻഡ്സ്, സോ നമുക്ക് ഓവറോൾ ആയിട്ട് ട്രെൻഡൊക്കെ മാറുവാണെങ്കിൽ അല്ലെങ്കിൽ നാഷണൽ ഇൻകം ചേഞ്ച് ചെയ്യുവാണെങ്കിൽ, എംപ്ലോയ്മെന്റ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ, ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അത് അഫക്റ്റ് ചെയ്യില്ലേ, അതാണ് മാക്രോ എക്കണോമിക് ഫാക്ടർ. ഗവൺമെന്റ്സ് എക്കണോമിക് പോളിസീസ് ലൈക്ക് ഇൻഡസ്ട്രി പോളിസി, സോ ഗവൺമെന്റിന്റെ പോളിസി ചേഞ്ച് ചെയ്യുന്ന വഴി അഫക്റ്റ് ചെയ്യും മാക്രോ എക്കണോമി, അല്ലെങ്കിൽ അതൊക്കെ ഒരു പ്രോബ്ലമാണ് നമുക്ക്. വർക്കിംഗ് ഓഫ് സെൻട്രൽ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ദിയർ റെഗുലേഷൻ, സോ അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. സോഷ്യോ എക്കണോമിക് ഓർഗനൈസേഷൻ, ട്രേഡ് യൂണിയൻസ്, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് യൂണിയൻ, സോ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. സോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ജസ്റ്റ് മെയിൻ ഓർത്ത് വെച്ചാൽ മതി, കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് വൺ വേർഡ് ആയതുകൊണ്ട് തന്നെ, അതായത് ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ആയിട്ട് ചോദിക്കുള്ളൂ ഇതൊക്കെ. സോ അത് കഴിഞ്ഞിട്ട് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, എക്കണോമിക്സും ബിസിനസ് എക്കണോമിക്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. എക്കണോമിക്സ് എന്ന് വെച്ചാൽ എന്താ? എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഫ്രെയിമിംഗ് ഓഫ് എക്കണോമിക് പ്രിൻസിപ്പിൾ ടു സോൾവ് എക്കണോമിക് പ്രോബ്ലം. എക്കണോമിക് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എക്കണോമിക് പ്രിൻസിപ്പിളിനെ ഫ്രെയിം ചെയ്യുന്നു. പക്ഷെ ബിസിനസ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ എന്താ? ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് പ്രിൻസിപ്പിൾ. ഈ എക്കണോമിക്സിൽ, നോർമൽ എക്കണോമിക്സിലാണെങ്കിൽ നമ്മൾ എക്കണോമിക് പ്രിൻസിപ്പിളിനെ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യുന്നു. പക്ഷേ ഈ ബിസിനസ് എക്കണോമിക്സിലാണെങ്കിൽ നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ച എക്കണോമിക് പ്രിൻസിപ്പിൾസിനെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇത് പ്രാക്ടിക്കൽ വേയിൽ അപ്ലൈ ചെയ്യാൻ നോക്കും. ഇതൊരു എക്കണോമിക്സ് സയൻസ് എന്ന രീതിയിൽ നോക്കുന്ന പോലെയാണ്. സയൻസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അല്ലേ, അതുപോലെ തന്നെയാണ് ബിസിനസ് എക്കണോമിക്സ്. ക്യാരക്ടർ, മൈക്രോ എക്കണോമിക്സ് ആസ് വെൽ ആസ് മാക്രോ എക്കണോമിക്സ്. പക്ഷേ ഇവിടെയോ മൈക്രോ എക്കണോമിക്സ് ഇൻ ക്യാരക്ടർ. മൈക്രോ എക്കണോമിക്സ് ആണ് ലാർജ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബിസിനസ് എക്കണോമിക്സിൽ. മെയിൻ ടാസ്ക്, ഫുൾഫിൽമെന്റ് ഓഫ് നീഡ് ഓഫ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് എൻറ്റിറ്റി. സോ ഇതിൽ മെയിനായിട്ട് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക, അതാണ് എക്കണോമിക്സിൽ പറയുന്നത്. പക്ഷേ ബിസിനസ് എക്കണോമിക്സിലോ പ്രോപ്പർ ഡിസിഷൻ ഇൻ മേക്കിംഗ് ഇൻ പർട്ടിക്കുലർ ബിസിനസ് എൻറ്റിറ്റി. സോ ഇവിടെ മെയിനായിട്ട് ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് ആണ് ബിസിനസ് എക്കണോമിക്സിൽ പറയുന്നത്. നോർമൽ എക്കണോമിക്സിലാണെങ്കിൽ നീഡ് ഫുൾഫിൽ ചെയ്യുക അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുക എന്നാണ് പറയുന്നത്. നേച്ചർ, പോസിറ്റീവ് ആസ് വെൽ ആസ് നോർമേറ്റീവ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നോർമൽ എക്കണോമിക്സിൽ
പോസിറ്റീവ് അതേപോലെ നോർമേറ്റീവ്. പോസിറ്റീവ് എന്ന് വെച്ചാൽ പ്ലെയിൻ സ്റ്റേറ്റ്മെന്റും നോർമേറ്റീവ് എന്ന് വെച്ചാൽ ഔട്ട് ടു ബി, ഷുഡ് ടു ബി എന്നൊക്കെ വന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ബിസിനസ് എക്കണോമിക്സിൽ നോർമേറ്റീവ് ഓൺലി നോർമേറ്റീവ്. സ്കോപ്പ്, ഇറ്റ് ഹാസ് എ വൈഡർ സ്കോപ്പ്. എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഭയങ്കര വൈഡ് ആയിട്ടൊരു സ്കോപ്പാണ്. പക്ഷേ ബിസിനസ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പാർട്ടല്ലേ, അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നാരോ സ്കോപ്പാണ് അതിൽ പറയുന്നിരിക്കുന്നത്. എക്കണോമിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ബിസിനസ് എക്കണോമിക്സ് ഒരു നാരോ സ്കോപ്പാണ്. ബ്രാഞ്ചസ്, ബിസിനസ് എക്കണോമിക്സ് ആസ് ഇറ്റ്സ് അപ്ലൈഡ് ബ്രാഞ്ച്. എക്കണോമിക്സിന്റെ അപ്ലൈഡ് ബ്രാഞ്ച് എന്താണ്? ബിസിനസ് എക്കണോമിക്സ് ആണ്. സോ ഇത് നമ്മളൊരു വൺ വേർഡ് ആയിട്ട് നോക്കിയതാണ്, അപ്ലൈഡ് ബ്രാഞ്ച് ബിസിനസ് എക്കണോമിക്സ്. പക്ഷേ ഇറ്റ് ഈസ് ആൻ അപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്. സോ എക്കണോമിക്സിന്റെ അപ്ലൈഡ് ബ്രാഞ്ച് ആണ് ബിസിനസ് എക്കണോമിക്സ്. കൺസേൺഡ് വിത്ത് ഓൾ ദി തിയറി ഓഫ് പ്രൊഡക്ഷൻ ടു കൺസംഷൻ. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ തൊട്ട് അത് ഒരു കൺസ്യൂമർ അത് കൺസ്യൂം ചെയ്യുന്നത് വരെയുള്ള തിയറി അതിൽ എക്കണോമിക്സിലുണ്ട്. പക്ഷേ ബിസിനസ് എക്കണോമിക്സിലാണെങ്കിൽ ഓൺലി പ്രോഫിറ്റ് തിയറി, ഇഗ്നോറിങ് അതർ തിയറീസ്, ഓൺലി പ്രോഫിറ്റ് തിയറീസ്. സോ പ്രോഫിറ്റ് തിയറി മാത്രമാണ് അതിലുള്ളത്. അനാലിസിസ് ഇൻവോൾവ്ഡ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ അനാലിസിസ് ഓഫ് മാക്രോ ലെവൽ ഇഷ്യൂസ്. സോ അനാലിസിസ് ഓഫ് മാക്രോ ലെവൽ ഇഷ്യൂസ്, ഗ്രോത്ത്, ഇൻഫ്ലേഷൻ ഞാൻ പറഞ്ഞ പോലെ ഗ്രോത്ത്, എംപ്ലോയ്മെന്റ് എന്നതൊക്കെയാണ് എക്കണോമിക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻവോൾവ് ആവുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് അനാലിസിസ് ഓഫ് മൈക്രോ ലെവൽ ഇഷ്യൂസ് ലൈക്ക് ഡിമാൻഡ്, സപ്ലൈ. പക്ഷേ ബിസിനസ് എക്കണോമിക്സിലോ പ്രോഫിറ്റ്, ഡിമാൻഡ്, സപ്ലൈ എന്ന രീതിയിലാണ് അതിലുള്ള പ്രോബ്ലംസ് ഒക്കെ പറയുന്നത്. കോൺസെൻട്രേഷനിൽ പറയുന്നത് ഓൺലി എക്കണോമിക് ആസ്പെക്ട് ഓഫ് ബിസിനസ് പ്രോബ്ലം. എക്കണോമിക്സിൽ എക്കണോമിക് ആസ്പെക്ട് മാത്രം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ, വേറെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യില്ല. പക്ഷേ ബിസിനസ് എക്കണോമിക്സിൽ എക്കണോമിക് പ്രോബ്ലം കോൺസെൻട്രേറ്റ് ചെയ്യും, അതേപോലെ തന്നെ നോൺ എക്കണോമിക് ആസ്പെക്റ്റും കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് അതൊരു പ്രോബ്ലം ആയിട്ട് അവർ കൺസിഡർ ചെയ്യും ബിസിനസ് എക്കണോമിക്സ്. നോർമൽ എക്കണോമിക്സ് അങ്ങനെ കൺസിഡർ ചെയ്യില്ല. വാലിഡിറ്റി ഓഫ് അസംഷൻ ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻ. സോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അസംഷന്റെ ബേസിസിലല്ലേ പറയുന്നത്. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ ഹൈപ്പോത്തറ്റിക്കൽ ആണ്, അത് അസംഷന്റെ ബേസിസിലാണ്. സം അസംഷൻ ബിക്കം ഇൻവാലിഡ് വെൻ അപ്ലൈഡ്. സോ ബിസിനസ് എക്കണോമിക്സ് അപ്ലൈഡ് എക്കണോമിക്സ് ആണ്, അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യും. സോ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ അസംഷനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, ഫങ്ഷൻ ചെയ്യണമെന്നില്ല. സോ സം അസംഷൻ ബിക്കം ഇൻവാലിഡ്. സോ ഇൻവാലിഡ് ആകാൻ ചാൻസ് ഉണ്ട് അതിൽ. സോ ഇതാണ് യൂണിറ്റ് 1 മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ അതിൻ്റെ സമ്മറി നമുക്ക് നോക്കുവാണെങ്കിൽ എക്കണോമിക് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആയിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് നോക്കാം. ആൻഡ് എക്കണോമിക് എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് 2 factors, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. സോ എക്കണോമിക്സിൽ നമ്മുടെ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, പക്ഷേ അതിൻ്റെ റിസോഴ്സ് എങ്ങനെയായിരിക്കും? വാണ്ട്സ് അൺലിമിറ്റഡ് ആണെങ്കിൽ റിസോഴ്സസ് സ്കേഴ്സ് ആണ്, അതായത് ലിമിറ്റഡ് ആയിരിക്കും. Economics is a study by which the relatively scarce resources are allocated to satisfy the competing unlimited wants of human beings. So economics is a study എങ്ങനെയായിരിക്കും സ്കേഴ്സ് റിസോഴ്സ് എങ്ങനെയായിരിക്കും പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാം, അതാണ് എക്കണോമിക്സ്. എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് രണ്ടെണ്ണം ഉണ്ട്. മൈക്രോ എക്കണോമിക്സിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണെങ്കിൽ മാക്രോ എക്കണോമിക്സിൽ എങ്ങനെയായിരിക്കും ഹോൾ യൂണിറ്റ് അല്ലെങ്കിൽ ലാർജ് എക്കണോമിക് അഗ്രിഗേറ്റ് എന്ന് ഓർത്താൽ മതി. അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ഓൾ എന്നൊക്കെ രീതിയിലാണ് മാക്രോ എക്കണോമിക്സ്, ഓവറോൾ എന്നൊക്കെ രീതിയിൽ. ബിസിനസ് എക്കണോമിക്സ് ഇൻ്റഗ്രേറ്റ്സ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസസ്. സോ ബിസിനസ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ ബിസിനസ് എക്കണോമിക്സ്, നോർമൽ എക്കണോമിക്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ തിയറി മാത്രമാണ് പറയുള്ളൂ. ബിസിനസ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രാക്ടീസ്, അത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ രീതിയിൽ കൊണ്ടുവരും. ബിസിനസ് എക്കണോമിക്സ് അത് ബിസിനസ് ഫീൽഡിലായിരിക്കും ബിസിനസ് എക്കണോമിക്സ് അപ്ലൈ ചെയ്യുന്നത്. ബിസിനസ് എക്കണോമിക്സ് ഈസ് ബേസിക്കലി കൺസേൺഡ് വിത്ത് മൈക്രോ എക്കണോമിക്സ്. സോ ഇത് നമ്മൾ ഫസ്റ്റ് നോക്കിയതാണ്. ബിസിനസ് എക്കണോമിക്സ് ബേസിക്കലി കൺസേൺഡ് വിത്ത് മൈക്രോ എക്കണോമിക്സ്, പക്ഷേ അവിടെ മാക്രോ എക്കണോമിക്സും അതിൻ്റെ റോളുണ്ട് മാക്രോ എക്കണോമിക്സിന്. പിന്നെ ബിസിനസ് എക്കണോമിക്സ് ഇസ് നോർവേറ്റീവ് സയൻസ് വിച്ച് ഈസ് ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് പ്രാഗ്മാറ്റിക് അപ്രോച്ച്. സോ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. ബിസിനസ് എക്കണോമിക്സ് ഒരു നോർമേറ്റീവ് സയൻസ് ആണ്, പോസിറ്റീവ് അല്ല, നോർമേറ്റീവ് ആണ് ബിസിനസ് എക്കണോമിക്സ്. നോർമൽ എക്കണോമിക്സ് ആണെങ്കിൽ പോസിറ്റീവ് ആസ് വെൽ ആസ് നോർമേറ്റീവ്, പക്ഷേ ബിസിനസ് എക്കണോമിക്സ് ഓൺലി നോർമേറ്റീവ് സയൻസ്. പിന്നെ മൈക്രോ എക്കണോമിക്സ് ഓപ്പറേഷണൽ അല്ലെങ്കിൽ ഇന്റേണൽ ഇഷ്യൂ, മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഇഷ്യൂ. എൻവയോൺമെന്റൽ ഇഷ്യൂ എന്നും മാക്രോ എക്കണോമിക്സിനെ പ്രോബ്ലത്തിനെ കുറിച്ച് പറയും. പിന്നെ ബിസിനസ് എക്കണോമിക്സ് യൂസ് മൈക്രോ എക്കണോമിക് അനാലിസിസ്, അത് നമ്മളിപ്പോൾ നോക്കിയതാണ്. ഡിമാൻഡ് അനാലിസിസ്, ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒക്കെ നമ്മൾ നോക്കിയതാണ്. ബിസിനസ് എക്കണോമിക്സ് ഓൾസോ കൺസിഡർ മാക്രോ എക്കണോമിക്സ്. സോ ഓൾസോ കൺസിഡർ മാക്രോ എക്കണോമിക്സ് റിലേറ്റഡ് ടു ദ എക്കണോമിക് സിസ്റ്റം, ബിസിനസ് സൈക്കിൾ, ഇതൊക്കെ അവർ ബിസിനസ് എക്കണോമിക്സും കൺസിഡർ ചെയ്യും. സോ ഇതാണ് നമ്മുടെ
ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സിൽ യൂണിറ്റ് 1 മെയിനായിട്ട് പറയുന്ന പോയിന്റ്സ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഇത് പറഞ്ഞേക്കുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്കണോമിക്സിന്റെ പേപ്പർ എങ്ങനെ വരും എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ മെയിൻ പോയിന്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് വീഡിയോ കേട്ട് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്തിട്ട് മെയിൻ ഇത് വായിച്ച് കാണുവാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ട് വായിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ ഐഡിയ കിട്ടും. സോ അടുത്ത വീഡിയോയിൽ ഞാൻ യൂണിറ്റ് 2 ഇടാം. യൂണിറ്റ് 2ൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കിയ പോലെ തന്നെ എക്കണോമിക് പ്രോബ്ലംസ്. സോ ബേസിക് എക്കണോമിക് പ്രോബ്ലം, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം.